നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പില് നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, ബോണ്ടിങ്, അതിനെ തടസ്സപ്പെടുത്തുന്നത് ആരാണ് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയപ്പെടുന്നത് ആരെയാണ്, ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവര് ഭയക്കുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് അതിന്റെ റീസൺ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മനസ്സ് കൂളാക്കി വെച്ച് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ക്യൂനോ കപ്സ് എനർജിയാണ്. അവര് ഭയപ്പെടുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും ഇമോഷണലി ഈ പേഴ്സണോട് അറ്റാച്ച്ഡ് ആണെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അറ്റാച്ച്മെന്റ്, ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂ ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇമോഷണലി ഈ ഒരു റിലേഷനിലോട്ട് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുന്നു എന്നാണ് കാണിക്കുന്നത്. അവരുടെ ലൈഫിൽ അവർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു സ്നേഹം, കണക്ഷൻ, അതൊക്കെയാണ് നിങ്ങളിൽ നിന്ന് അവർക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല. കാരണം അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരിക്കാം. അവരിതുവരെ അനുഭവിക്കാത്തൊരു കാര്യം പെട്ടെന്ന് അനുഭവിക്കുമ്പോഴുണ്ടാവുന്ന, അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം മറ്റൊരാളിൽ നിന്ന് കിട്ടുന്നത് അവർക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നിങ്ങൾ ശരിക്കും ഇവരെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അല്ലെങ്കിൽ ഇവര് അഡിക്റ്റഡ് ആയി നിൽക്കുന്ന, അതായത് നിങ്ങൾ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ നിങ്ങളുടെ പേഴ്സണും ആ ഒരു അഡിക്ഷനിലോട്ട് വന്നാൽ, അഥവാ ഈ റിലേഷൻ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള പേടി അവർക്കുണ്ട്. അങ്ങനെ ഈ റിലേഷനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. നിങ്ങളുടെ ഈ ഒരു അഡിക്ഷൻ അവരെ പേടിപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അവർക്ക് പേടിയാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ജഡ്ജ്മെന്റ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു റിലേഷൻ അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരത്രയും ഒരു എന്താ പറയാ, അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അവർ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, പരിഗണിക്കുന്ന ഒരു പേഴ്സൺ ആണെന്നാണ് കാണിക്കുന്നത്. അവർ ഇതുവരെ എല്ലാവരെയും അങ്ങോട്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങോട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കെയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അവര് ഭയങ്കരമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിന്റെ ഒരു ജഡ്ജ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു അതിന്റെ ഒരു ഇതായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു അതിന്റെ ഒരു അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് അവരുടെ ലൈഫിലോട്ട് വന്ന ഒരു കണക്ഷനാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ. അപ്പോൾ അങ്ങനെ യൂണിവേഴ്സ് നൽകിയതാണ് ഈ ഒരു കണക്ഷനെ എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരിത് ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലുള്ള ഒരു സ്നേഹം, ഈ പേഴ്സൺ എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള പേടി, അങ്ങനെ ഒരു ഭയം ഇവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ. ഈ ഒരു പേടി കാരണം അവർ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ മാറി നിന്നാലും അവിടെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുമോ അവർക്ക്? അങ്ങനെ സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുവാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് എൻഡ് ആയി പോയ ഒരു റിലേഷൻ റീസ്റ്റാർട്ട് ആവുന്നതാണ്. അവരായിട്ട് തന്നെ ബ്ലോക്കൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർക്കത് റീസ്റ്റാർട്ട് ചെയ്യാതെ ഉറക്കം പോലും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മെസ്സേജ് അവർ മിസ് ചെയ്യും, നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവർക്ക് തിരിച്ചു വന്നേ പറ്റൂ. കാരണം അത്രയും നിങ്ങൾ ആളെ സ്നേഹിച്ചിട്ടുണ്ട്, അത്രയും നിങ്ങൾ കെയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് അവരുടെ ഉള്ളിലുണ്ട്. അവർക്ക് ആ ഒരു സ്നേഹത്തെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്.
ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. ഒന്ന് 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഇവിടെ ഒരു ബാലൻസ്ഡ് അല്ല, അവര് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി മുന്നോട്ട് വന്നാലും എന്തായിരിക്കും റിലേഷൻ, ഇതിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും. സത്യം പറഞ്ഞാൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഇവരിപ്പോ ഭയങ്കരമായിട്ട് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സണ് ആപ്റ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണോ ഞാൻ, ഇത്രയും സ്നേഹം ഞാൻ അർഹിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ഇവരെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ 2 ഓഫ് സോർട്സും അതെ, ഓവർ തിങ്കിങ് ആണ് കാണിക്കുന്നത്. രണ്ടും ഒരു എന്താ പറയാ കൺഫ്യൂഷനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്യൂച്ചറിൽ എന്തായിരിക്കും, ഈ റിലേഷൻ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ കൊണ്ടുപോകും, ഈ പേഴ്സണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്, അതായത് ഞാൻ തിരികെ സ്നേഹിക്കുന്നത് ഇവർക്ക് ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ ഇവർക്കത് ഓക്കെ ആണോ, അങ്ങനെയുള്ള ചിന്തകളാണ്. അത് നിങ്ങളോട് ചോദിക്കാൻ അവർക്ക് മടിയുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് സ്നേഹിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ള ചിന്തയൊക്കെയാണ് ഇവർക്ക്. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ നിങ്ങൾ സ്നേഹം അധികമായതിന്റെ പ്രശ്നമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അത്രയും നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നു, അത്രയും കെയർ ചെയ്യുന്നു. അപ്പൊ ഇവർക്കാണെങ്കിൽ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ വിഷയം. ഇപ്പോ നിങ്ങൾ തന്നെ കുറ്റക്കാര്, അല്ലെങ്കിൽ ഒരു റിലേഷനെ എന്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുന്നു എന്നുള്ളതിന്റെ കുറ്റം മുഴുവൻ നിങ്ങൾക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ കാണിക്കുന്നത് അങ്ങനെയാണ്. 9 ഓഫ് സോർഡ്സ് എനർജി കാണിക്കുന്നതും ടെൻസ്ഡ് ആണ് അവര്. എങ്ങനെയാണ് ഈ റിലേഷൻ കൊണ്ടുപോകേണ്ടതെന്ന് അറിയാതെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ മാറി നിൽക്കുമ്പോൾ അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും അവർക്ക് കിട്ടുന്നില്ല. അവരുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളോട് ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. എന്തായാലും നോ കോണ്ടാക്ട് ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, എപ്പോൾ വേണമെങ്കിലും കയറി വരാം. കാരണം അവർക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഫസ്റ്റ് കാർഡിന് വന്നത് കണ്ടോ, അൺവർത്തി എന്നാണ് പറയുന്നത്. അവര് ഈ ഒരു ഇത്രമാത്രം ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹം അത് ഉൾക്കൊള്ളാൻ, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ മാത്രമുള്ള ഒരു ക്വാളിറ്റി അവർക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. അവരുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. അപ്പോ ഈ സ്നേഹം തന്നെയാണ് ഇവിടെ ഇഷ്യൂ എന്നുള്ളത് തന്നെയാണ് മെസ്സേജ് കാർഡ് കാണിക്കുന്നത്. അപ്പോ ഇവിടെ എന്തായാലും നിങ്ങൾ പേഴ്സണ് ഇവരെ സ്നേഹിക്കുന്നത് അത്രമാത്രം സ്നേഹിക്കപ്പെടാനുള്ള ഒരു പേഴ്സൺ അല്ല ഇവര്. അത്രമാത്രം സ്നേഹം ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. സെൽഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ഡീപ്ലി ഇവരെ സ്നേഹിച്ചിട്ട് ഇവരെ എന്തുകൊണ്ട് നിങ്ങളെ വിട്ടുപോയി എന്നുള്ളതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, അത്രയും കെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ റിലേഷൻ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവരെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ ഇവിടെ എന്തായാലും ഈ പേഴ്സൺ ഇതാണ് കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ, ഇവര് പറയണ്ടേ അത്. അപ്പോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിലോട്ട് കടന്നായിട്ട് കാണുന്നുണ്ട്. നെഗ്ലക്റ്റഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ആ ഒരു പെയിൻ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണ് വേറൊരു പെയിനാണ്. രണ്ടുപേരും 2 പെയിനുമായിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും കേട്ടോ. എനിക്കിത് റീഡിങ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചിരി വരുക. കാരണം അത്രയും ഒരു സ്നേഹം, ബോണ്ടിങ് അത് കൂടിയതിന്റെ പ്രശ്നമാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ചിരി വരാതിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ജനുവരി, ഏപ്രിൽ, ഡിസംബർ, ലെറ്റർ യു, ലെറ്റർ ഒ, ലെറ്റർ വൈ, ലെറ്റർ സി, letter R, letter H,
1985, 1986, 1992, മകം 1995, ആയില്യം, ലെറ്റർ ഇ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.